എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഗാറയെ കാണിക്കുന്നു. ഗാറയെ കണ്ട് നമ്മുടെ ലീ ആവട്ടെ വണ്ടർ അടിച്ച് നിൽക്കാണ്. ഇവനെങ്ങനെ ഇവിടെ എത്തി? ഇനി വെള്ളമടിച്ച ഫിറ്റ് എനിക്ക് ഇനിയും മാറിയില്ലെന്ന് പറഞ്ഞ് അവൻ കണ്ണൊക്കെ തിരുമ്മി വീണ്ടും ഗാറയെ തുറച്ചു നോക്കും. ആ സമയത്ത് കിമിമാരും ആവട്ടെ ഗാറയെ അങ്ങനെ നോക്കി നിൽക്കും. മുൻപ് എവിടെയോ വെച്ച് ഗാറയെ അവൻ കണ്ടിട്ടുണ്ട്. അവൻ ഉടൻ തന്നെ അവന്റെ കൈവിരലുകള് വെടിയുണ്ടകളായിട്ട് അവന്റെ നേർക്ക് അയക്കാൻ തുടങ്ങും. നമ്മുടെ ഗാറയ്ക്ക് ഓൾറെഡി ആ ഒരു സാൻഡ് ഷീൽഡ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ബുള്ളറ്റ്സും ക്ഷണനേരം കൊണ്ട് അവൻ തട്ടിത്തെറിപ്പിച്ചു കളയും. ലീ ഫുൾ കൺഫ്യൂഷൻ ആയിട്ട് എന്തു പറ്റി, ഇവിടെ എന്താ നടക്കണേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചോദിക്കും. അപ്പൊ ഗാറ ലീഡ് എടുത്ത് നിനക്ക് ഒരുപാട് പവർ ഉണ്ട്, മാത്രമല്ല നിന്റെ സ്പീഡ് അത് കണ്ട് ഞാൻ തന്നെ അതിശയിച്ചു പോയിട്ടുണ്ട്. മാത്രമല്ല നിന്നോട് ഫൈറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടു പോയെന്ന് പറയുമ്പോ ലീ ആവട്ടെ നീ ശരിക്കും എന്നെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തിനാണ് നീ ഇവിടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോ അതിന് ഗാറ അതെന്റെ കടമയാണെന്നും മറുപടി പറയും. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പനാവട്ടെ അവൻ കാടും മേടും കയറി ഇപ്പം സാസുകെ 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 എന്ന് വിളിച്ചു കൂവി നടക്കുകയാണ്. ഇവിടെ നാറയ്ക്ക് ഒരുപാട് കൺഫ്യൂഷനായിട്ട് അവളുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ആദ്യം ഞങ്ങളുടെ ഗ്രാമത്തെ ഒരുപാട് ദ്രോഹിച്ചു, ഇപ്പൊ ഞങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടേക്ക് വരുന്നു, ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയുമ്പോ അത് ഞങ്ങൾ തമാശക്കല്ല നിങ്ങളുടെ ഗ്രാമം അറ്റാക്ക് ചെയ്തത്, ഞങ്ങളുടെ ബോസ് ഞങ്ങളോട് ഓർഡർ ചെയ്തു, അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചു, ഇപ്പോഴും അതേ ബോസ് തന്നെയാണ് ഈ കാര്യവും ചെയ്യാൻ പറഞ്ഞെന്ന് പറയുമ്പോ നാറയ്ക്ക് പിടിയിട്ടും ഇതിന്റെ എല്ലാം പുറകില് നമ്മുടെ ഫിഫ്ത്ത് ഹൊക്കാഗെയാണെന്ന്. അപ്പൊ ടെമരി നാറയെ കളിയാക്കാനായിട്ട് ആരംഭിക്കും. നിന്റെ മോന്ത കണ്ടാ അറിയാം നീ ഒരു പേടിത്തൂറിയാണെന്ന്. അന്ന് എന്റെ മുൻപില് പേടിച്ചു നിന്ന പോലെ തന്നെ ഇവളുടെ മുന്നിലും നീ ഗിവ് അപ്പ് ചെയ്തു എന്ന് ചോദിക്കുമ്പോ അവള് നിന്നെ പേടിപ്പിക്കുകയാണ്. പക്ഷെ യാതൊരു കുഴപ്പമില്ല, നിന്നെ ഞാൻ രക്ഷിക്കാം, നീ ഒരു പേടിത്തൂറിയായി പോയതില് വിഷമിക്കൊന്നും വേണ്ട, ഞാൻ അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാന്ന് പറയുമ്പോ അതിന് നാറ ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, ഞാനൊരു പേടിത്തൂറിയല്ല, ഞാനൊരു ആൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഇവളുടെ മുൻപില് ഞാൻ പേടിച്ചോടില്ല, ഞാൻ തന്നെ ഫൈറ്റ് ചെയ്തോളാം എന്ന് പറയുമ്പോ അപ്പൊ അവള് വീണ്ടും പറയും, നോ നിനക്കറിയാൻ പാടില്ല പൊന്നെ, ആണ് പെണ്ണ് അങ്ങനെ ഒരു വ്യത്യാസമില്ല, എനിക്കറിയാം നീ ഇപ്പൊ ഒരുപാട് പേടിച്ചിരിക്കുകയാണെന്ന്, തീർച്ചയായിട്ടും ഇവളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോ നമ്മുടെ വില്ലത്തിക്ക് മരിച്ചാ മതിന്നാവും, എന്റെ അപ്പനെ അമ്മയെ കഴിഞ്ഞ് മോശമാണല്ലോടാ നിങ്ങളെന്ന് പറഞ്ഞ് അവള് ഹോഴ്സ് പവറിൽ ഇപ്പൊ ഓടക്കുഴൽ വായിക്കാനായിട്ട് തുടങ്ങും. നാറ ഉടനെ അവളോട് വിളിച്ചു പറയും അവളിപ്പോ ചെയ്യുന്നത് എൻജിപ്സു ആണ്, സൂക്ഷിച്ചില്ലെങ്കിൽ അത് വലിയ ആപത്താണെന്ന് പറയും. ഇതൊക്കെ സിമ്പിൾ എന്ന് പറഞ്ഞ് ടെമരി ആവട്ടെ അവളുടെ വിശറി അതാഞ്ഞു വീശും. ആ ഒരു വീശലില് വലിയൊരു കൊടുങ്കാറ്റ് തന്നെ ഉണ്ടായി. ടയുയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പുല്ലാങ്കുടല് അത് രണ്ടായിട്ട് ഒടിഞ്ഞു പോകും. നാറ ഉടനെ അവളുടെ പവർ കണ്ട് ഇപ്പൊ വണ്ടർ അടിച്ചു നിൽക്കും. ടയുയാണെങ്കിൽ ലോങ്ങിൽ നിന്ന് ഭയങ്കര അറ്റാക്ക്, പക്ഷെ ടെമരിക്ക് അവൾക്ക് അടുത്തു നിന്നും ദൂരെ നിന്നും അറ്റാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവളുടെ പവർ അത് വളരെ കൂടുതലാണെന്ന് ഒരു നിമിഷം നാറ പോലും അംഗീകരിക്കും. അപ്പൊ വില്ലത്തി ഒളിച്ചിരുന്നിട്ട് പൊന്നെ എന്റെ കാറ്റിപ്പ പോയനെ, ഇവളാള് ചില്ലറക്കാരിയല്ലെന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ കിബയെയും കങ്കൂറയും തേടി നടക്കാണ് നമ്മുടെ ചേട്ടനും അനിയനും വില്ലന്മാര്. അപ്പൊ കങ്കൂറ നീ ഒറ്റയ്ക്കാണോ ഈ ഉദ്യമത്തിന് ഏർപ്പെട്ടതെന്ന് ചോദിക്കുമ്പോ എന്റെ കൂടെ വേറെ ആൾക്കാരുണ്ട്, അവരൊക്കെ എവിടേക്കോ നിന്ന് ഇപ്പൊ ഫൈറ്റ് ചെയ്യാണെന്ന് പറയും. അതെനിക്ക് നേരത്തെ അറിയാം, ഞങ്ങളുടെ ടീമിലുള്ള ബാക്കിയുള്ളവര് ഇപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാണ്. ആ സമയത്ത് ആ വില്ലൻ ഇപ്പൊ കിബയുടെ തൊട്ടടുത്തെത്തും. കങ്കൂറ ഓടി വന്ന് വില്ലനെ തടയാൻ ശ്രമിക്കുമെങ്കിലും കറക്റ്റായിട്ട് അവൻ കങ്കൂറനെ പിടിച്ചു വെക്കും. കങ്കൂറ തള്ളി മാറ്റാൻ നോക്കുമ്പോ അവനെ കൊണ്ട് അത് സാധിക്കില്ല. ഇവിടെ കിബയ്ക്കാവട്ടെ അനങ്ങാൻ പോലും കഴിയാതെ രക്തത്തിൽ കുളിച്ച് ടയേർഡായിട്ട് അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ കിബയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നിട്ട് അവൻ നിലവിളിക്കും, കങ്കൂറ മാറിക്കോ, അവനല്ലെങ്കിൽ നിന്റെ ബോഡിയിൽ ഒട്ടിപ്പിടിക്കും, അവൻ നിസ്സാരക്കാരനല്ല, വളരെ ഡേഞ്ചർ ആണെന്ന് പറയുമ്പോ സാക്കൂൺ ആവട്ടെ വാ തുറന്ന് ഇളിച്ചു കാണിച്ച് ഇപ്പൊ കങ്കൂറയുടെ മോന്തേ പിടിച്ച് കുത്താനായിട്ട് ആരംഭിക്കും. അപ്പൊ കൂളായിട്ട് കങ്കൂറ ചിരിക്കും. അത് കണ്ട് എല്ലാവരും വണ്ടറടിച്ച് ഇവൻ അടികിട്ടി പിരിവെട്ടി പ്രാന്തായോ എന്നൊരു നിമിഷം ചിന്തിക്കും. ഇവിടെ വില്ലൻ വീണ്ടും അവന്റെ മോന്തേ പിടിച്ച് ഇറുക്കുമ്പോ പതിയെ പതിയെ അത് പൊട്ടാനായിട്ട് ആരംഭിക്കും. അത് പൊട്ടി ചില്ല് ചില്ല് പോലെ താഴേക്ക് വീണ് മണ്ണായി തീരുമ്പോ വില്ലനാവട്ടെ വണ്ടറടിച്ചു പോവും. കാരണം അത് കങ്കൂറ ആയിരുന്നില്ല, വെറും ഒരു പപ്പട്ട് മാത്രമായിരുന്നു. കങ്കൂറ ഓൾറെഡി ഒരു പപ്പട്ടിന് ഇട്ടുകൊടുത്ത് ഒരുപാട് കയറുപയോഗിച്ച് ഇപ്പൊ വില്ലനെ ലോക്ക് ചെയ്തു. നമ്മുടെ കങ്കൂറ അവനാള് ചില്ലറക്കാരനല്ല, ഇപ്പൊ ഒരുപാട് പപ്പട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ആ പപ്പട്സ് നമ്മുടെ വില്ലനെ കടിച്ചു പറിച്ച് ഒരു രൂപത്തിലാക്കും. നിനക്കെന്നെ പപ്പട്സ് കൊണ്ട് ഞാൻ 8ന്റെ പണി തരുന്നു പറഞ്ഞ് കങ്കൂറ വീണ്ടും
അവരെ ഉപയോഗിച്ചുകൊണ്ട് അവനെ മടക്കി ചുരുട്ടിയെടുക്കും. അപ്പൊ കിബ ഞെട്ടിയിട്ട് ഒരുപാട് സന്തോഷത്തില് ഇവര് വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിക്കറി മുള്ളിപ്പോയേനെന്ന് ഒരു നിമിഷം ചിന്തിക്കും. ഇപ്പൊ അവരുടെ കൂടെ ഉള്ളത് 2 പപ്പടുകളാണ്. ഒരെണ്ണം നോർമലും മറ്റൊന്ന് എല്ലാത്തിനെയും അറ്റാക്ക് ചെയ്യുന്ന വേറൊരു സാധനവും. ഈ രണ്ടാമത്തെ ഭീകരൻ പപ്പടിന്റെ പേര് ബ്ലാക്ക് ആൻഡ്. ബ്ലാക്ക് പപ്പട് ഇപ്പൊ മരിച്ച വില്ലന്റെ ബ്രദറിനെ പിടിക്കാനായിട്ട് അവന്റെ പിന്നാലെ ഓടാൻ തുടങ്ങും. അവനെ പിടിക്കാനായിട്ട് പപ്പട് തൊട്ടടുത്തെത്തുമ്പോ അവനാവട്ടെ ടക്കെന്ന് പറഞ്ഞ് സെക്കൻഡ് സ്റ്റേജിലേക്ക് മാറും. അതിനുശേഷം അവന്റെ ബ്രദർ സാക്കൂന്റെ ബോഡിയിലേക്ക് തന്നെ കയറി പറ്റും. കങ്കൂറ 1 മിനിറ്റ് ഞെട്ടിയിട്ട് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് കിബയോട് ചോദിക്കും. അതാണ് അവരുടെ മാരക പവർ, തീർച്ചയായിട്ടും കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുമ്പോ ഇവിടെ സാക്കൂൺ വില്ലൻ അവന്റെ ബ്രദറിന്റെ അടുത്ത് ഞാനൊരു അല്പനേരം നിന്റെ ബോഡിയിൽ റെസ്റ്റ് എടുക്കുന്നുണ്ടെന്ന് പറയുമ്പോ ഓ ഷുവർ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാന്ന് അവൻ മറുപടി കൊടുക്കും. വില്ലൻ വീണ്ടും ചാടി വീണ് നീ ബൊമ്മകളെ കൊണ്ട് എന്നെ അടുപ്പിക്കുവല്ലേടാ, ഇപ്പൊ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറയുമ്പോ കിബയാവട്ടെ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം, കൂടുതൽ ഫൈറ്റ് ചെയ്താല് അത് അപകടമാണ്. ഇപ്പൊ ഒരു കാര്യം, കങ്കൂറയ്ക്ക് ആവശ്യത്തിന് പവറില്ല, പക്ഷേ അവൻ ആവശ്യത്തിൽ കൂടുതൽ മനധൈര്യമുണ്ട്. ഞാൻ തോറ്റോടില്ല എന്നും പറഞ്ഞ് ഇപ്പൊ കങ്കൂറ ആവട്ടെ വില്ലന്റെ നേർക്ക് ചാടി അങ്ങോട്ട് വീഴും. എന്നിട്ട് തന്ത്രപരമായി അവന്റെ ബൊമ്മകളെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ വില്ലന്മാരെ നേരിടും. ബൊമ്മകൾ ചാടി വീണ് അവരുടെ കൈ കൂടെയും വായിക്കൂടെയും ഒരുപാട് കത്തുകൾ വിടും. പക്ഷെ വില്ലന്മാര് തിരിഞ്ഞിട്ട് അവരെല്ലാത്തിൽ നിന്നും കാഷ്വൽ ആയിട്ട് എസ്കേപ്പ് ആയിക്കൊണ്ടേയിരിക്കും. കങ്കൂർ ഒരു ഭാഗത്ത് നിന്ന് യെസ് 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 പിടിക്കവനെ. കങ്കൂർ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ബ്ലാക്ക് കാർഡ് എന്ന് പറയുന്ന ആ പപ്പടിന്റെ തൊട്ടടുത്തേക്ക് വില്ലനെ എത്തിക്കും. പപ്പട് ടക്കെന്ന് അവനെ ലോക്കും ചെയ്യും. നീ ഡബിൾ ആണെങ്കിലും ട്രിപ്പിൾ ആണെങ്കിലും എനിക്ക് ഇത്രയേ ഉള്ളൂ എന്ന് കങ്കൂറ വില്ലനെ നേർക്ക് നിന്ന് പറയും. വില്ലൻ ആ പപ്പടിന്റെ വയറ്റിൽ കിടന്ന് ഇപ്പൊ പൊളയാൻ തുടങ്ങും. നോ, എന്നെ അഴിച്ചുവിട് എന്നൊക്കെ പറഞ്ഞ് അവൻ ബഹളം കൂട്ടിക്കൊണ്ടേയിരിക്കും. ബ്ലാക്ക് ആഡം ഇപ്പൊ പതിയെ മുൻപോട്ട് പോയിട്ട് താഴെ ഇരിക്കുമ്പോ നോർമൽ പപ്പടാവട്ടെ അവന്റെ കയ്യ് കാല് എല്ലാം തന്നെ കത്തിയാക്കിയിട്ട് ഇപ്പൊ ബ്ലാക്ക് ആഡമിന്റെ നേരെ വലിച്ചെറിയും. അതെല്ലാം തന്നെ ബ്ലാക്ക് ആഡമിന്റെ ബോഡിയിൽ കറക്റ്റ് ആയിട്ട് കുത്തി അങ്ങോട്ട് കയറും. കിബ എന്താ സംഭവിച്ചെന്ന് അറിയാതെ ഞെട്ടി നിൽക്കുമ്പോ സാക്കൂൺ കുത്തുകൊണ്ട വേദനയില് നിലവിളിച്ച് കരയുമ്പോ കിബ പേടിച്ച് അവന്റെ ചെവി പൊത്തിയിരിക്കും. പിന്നെ വില്ലന്റെ യാതൊരു അനക്കവും ഉണ്ടാവില്ല. ഒരുപാട് നേരത്തെ പോരാട്ടത്തിനൊടുവില് ഇപ്പൊ ഒരുത്തന്റെ കാര്യം തീരുമാനമായി. കട്ട് ചെയ്താ ഇവിടെ ടെമരി ടയുയെ അടിച്ചു തെറിപ്പിക്കുമ്പോ 1 സെക്കൻഡ് അവളെ കാണാൻ സാധിക്കില്ല. അവൾ എവിടെ പോയിന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും ഇപ്പൊ ചുറ്റും നോക്കും. ഇനി ഒരു പക്ഷേ അവള് പേടിച്ചോടിയിരിക്കുമോ എന്ന് ടെമരി ചോദിക്കുമ്പോ നാരെ ആവട്ടെ ഒരിക്കലുമില്ല, കാരണം അവൾ ഉപയോഗിക്കുന്നത് കെഞ്ചിപ്സു ആണ്. നമ്മളെ തകർക്കാതെ അവള് തീർച്ചയായിട്ടും പോവില്ലാന്ന് അവൻ അടിച്ചു പറയും. അതിന് നാറ അവള് തീർച്ചയായിട്ടും ആദ്യം ഓപ്പണന്റിനെ ലോക്ക് ചെയ്യും, പിന്നീട് അവരെ ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കും. അതാണ് അവളുടെ സ്ഥിരം പരിപാടി. എനിക്കും അത് തന്നെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് അവന് സംഭവിച്ച ഓരോരോ കാര്യങ്ങള് അവനിപ്പോ ടെമരിക്ക് പറഞ്ഞു കൊടുക്കും. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാൻ രക്ഷപ്പെട്ടു വന്നത്. അവൾ ഉപയോഗിക്കുന്നത് ക്ലാസിക് എൻജിപ്സു ആണ്. അതുകൊണ്ട് തന്നെ ഓപ്പണൻസിന്റെ ആക്ഷൻ അതാദ്യം മനസ്സിലാക്കും. അവളിപ്പോ തീർച്ചയായിട്ടും നിന്റെ അറ്റാക്കിംഗ് സ്റ്റൈല് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് അവൻ ടെമരിയോട് പറയും. അവൾ എൻകൗണ്ടർ ചെയ്താണ് എല്ലാവരെയും കണ്ടുപിടിക്കുക. എനിക്ക് പോലും അവളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനായില്ല. അവളെ കൊണ്ട് ഗെഞ്ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ ലോക്ക് ചെയ്യാൻ സാധിക്കും. അതിലേറ്റവും ഡേഞ്ചർ കേൾവിയാണ്. അവൾ ആ പുല്ലാങ്കുഴലൂതി എല്ലാവരെയും ഈസി ആയിട്ട് മയക്കിയെടുത്ത് അവൾ പണി കൊടുക്കും. ഇതെല്ലാം ചെയ്യുന്നത് അവളുടെ ഫ്ലൂട്ട് വെച്ചാണ്. സോ നമ്മൾ ഒരുപാട് ദൂരത്ത് നിൽക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അപകടമാണ്. എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിച്ച് അവളുടെ തൊട്ടടുത്തെത്തണം. അതിന് ടെമരി, നീ ഒരിക്കലും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാറില്ല. നീ എന്താ പെണ്ണുങ്ങളെ കുറച്ചിലായിട്ട് വിചാരിച്ചോ? എനിക്ക് സിറ്റുവേഷൻ മാത്രം അറിഞ്ഞാൽ മതി. തീർച്ചയായിട്ടും എന്റെ ചമറിൻ ജിപ്സുവിന്റെ മുൻപില് അവളെന്നല്ല അവളുടെ അപ്പൂപ്പന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവളിപ്പോ സമറിൻ ബ്ലേഡ് ഡാൻസ് തന്നെ കളിക്കാനായിട്ട് ഒരുങ്ങും. അവള് കറക്കി വീശുമ്പോ ഒരു കീരി പോലുള്ള സാധനം ഇപ്പൊ പുറത്തേക്ക് തെറിച്ചു വീഴും. ഇവിടെ വില്ലത്തിട്ടായുകയാവട്ടെ അവളൊരു മരത്തിന്റെ പിന്നിൽ നിന്ന് ഞാനിപ്പോ വളരെ സേഫാണ്, എത്രയും പെട്ടെന്ന് എന്റെ ഓടക്കുഴലൂതി അവരെ ഞാൻ കൊന്നുകളയെന്ന് പറയുമ്പോ അപ്പൊ ടെമരി അടിച്ച കാറ്റ് അതങ്ങോട്ട് വീശി അടിക്കും. ആ സമയത്ത് ഒരുപാട് മരങ്ങള് ഇടിച്ചു തെറിക്കും. നമ്മുടെ വില്ലത്തി ആവട്ടെ പറന്നു പോകുമ്പോ നാറ അത്ഭുതപ്പെട്ട് അത് നോക്കി നിൽക്കും. 1 സെക്കൻഡ് നാറയ്ക്ക് ബോധം പോവും. ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാ ആ കാട് തന്നെ ഇപ്പൊ തകർന്നു പോയി. അവിടെ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം തന്നെ എവിടേക്കോ തെറിച്ചു പോയി. കട്ട് ചെയ്താ നമ്മുടെ വില്ലത്തി
അവള് കറങ്ങി അടിച്ചു വീണ് അവൾക്ക് ഇപ്പൊ അനക്കുണ്ടാവൂല. അങ്ങനെ അവസാനായിട്ട് 2 വില്ലന്മാരുടെ പണിക്കുറ്റി തീർന്നു. ഇനി ഒരേ ഒരു വില്ലൻ കിമിമാരു. അവനെ തകർക്കാനായിട്ട് ഗാറ നോക്കി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.